ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ അയച്ച മിസൈലിനെ ഇസ്രയേൽ നിർവീര്യമാക്കുന്ന ഇസ്രയേൽ സൈനികർ നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് അൺക്ലാസിഫൈഡ് ആയിട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇറാൻ അപ്പോൾ തൊടുത്ത മിസൈൽ ഇസ്രയേൽ സേന നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇറാൻ സൈനികരെ കൂടി നമുക്ക് കാണാൻ കഴിയും എന്നതാണ് ഈ ദൃശ്യങ്ങളുടെ ഒരു പ്രത്യേകത. നമുക്കതിനകത്ത് കാണാം. ഈ ദൃശ്യങ്ങൾ ഇതാ പുറത്തു വന്നിരിക്കുന്നത്. സ്ട്രൈക്ക് ഓൺ ഇറാനിയൻ റെജീം സോൾജിയേഴ്സ് ഇൻ വെസ്റ്റേൺ ഇറാനിലേക്ക് ഇസ്രയേൽ അയച്ചിട്ടുള്ള മിസൈലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ സൈനികർ ചിതറി ഓടുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇറാനിലെ ടെഹ്റാനിലേക്ക് ഇസ്രയേൽ അയച്ചിട്ടുള്ള മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾക്ക്. സ്ട്രൈക്ക് ഓൺ ഇറാനിയൻ റെജീം സോൾജിയേഴ്സ് ഇൻ വെസ്റ്റേൺ ഇറാൻ എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. ഇതിനിടയിൽ മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ജെറുസലേം പോസ്റ്റ് ന്യൂസ് പേപ്പർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വിവരം. ദ ടോപ്പ് ടാർഗറ്റഡ് ഒഫീഷ്യൽ ഈസ് ഇറാൻ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖംനെയ്. Israeli confidence has grown over the course of the day that he has been assassinated, though it is not yet definitive എന്നാണ്. അതിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ഹിസ് വെൽ നോൺ കമാൻഡ് സെൻറ്റർ ഇൻ ടെഹ്റാൻ വാസ് ബോംബ്ഡ് ബട്ട് റിപ്പോർട്ട്സ് വെർ ദാറ്റ് ഹി വാസ് നോട്ട് ദർ. അതായത് അയത്തുള്ള അലി ഖംനെയ് ഉണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡ് സെൻറ്റർ, അദ്ദേഹം ഉണ്ടാകാറുള്ള കമാൻഡ് സെൻറ്റർ, ആ മന്ദിരം ആക്രമിക്കപ്പെട്ടിരുന്നു. ബോംബിങ്ങിൽ അത് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ബട്ട് റിപ്പോർട്ട്സ് വെർ ദാറ്റ് ഹി വാസ് നോട്ട് ദർ. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ജെറുസലേം പോസ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അയത്തുള്ള അലി ഖംനെയ് കൊല്ലപ്പെട്ടു എന്നും മൃതദേഹം കണ്ടെടുത്തു എന്നുമൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്ന ഘട്ടത്തിലാണ് ജെറുസലേം പോസ്റ്റിൻ്റെ ഈ പുതിയ അപ്ഡേറ്റ് കൂടി വന്നിരിക്കുന്നത്. ഇസ്രയേലി ആർമി സോഴ്സ്, ഇസ്രയേലിലെ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന മറ്റൊരു വിവരം, വാർ വിത്ത് ഇറാൻ എക്സ്പെക്റ്റഡ് ടു ലാസ്റ്റ് സെവറൽ ഡേയ്സ് എന്നാണ്. ഇറാനുമായിട്ട് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനുമേൽ നടത്തുന്ന ഈ ആക്രമണം ദിവസങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.